ഹായ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൊറേ ദിവസത്തിന് ശേഷം 4 ആളും ഒരു ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അമ്മേനൊന്നും ഇപ്പൊ കിട്ടാനേ ഇല്ല. മുമ്പെല്ലാം പാർപ്പിന്റെ പണിക്ക് പോകുമ്പോ ഉച്ചക്കേരം പണി തീരുന്ന പോലെ വരാം. എന്നാൽ നമ്മ ആ സമയത്തെല്ലാം വീഡിയോ എടുക്കല്. ഇപ്പൊ അമ്മ കിട്ടുന്നേ ഇല്ല. എല്ലാരും എല്ലാരും പറയുന്നുണ്ട് ലേഖമ്മേന്റെ ചിരി മിസ്സാവുന്നു എന്നുള്ള പറയുന്നുണ്ടായി. കൊറേ ആൾക്കാരെ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ പോകുമ്പോ. അപ്പൊ ഇന്ന് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായി കൊണ്ടു കൊടുക്കാൻ പോയല്ല ഒരു പറഞ്ഞിന് അമ്മേനോട് ചോദിച്ചിനി പറയണം. അപ്പൊ വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇന്ന് നമ്മ രാത്രിക്ക് വന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിവിടെ അപ്പൊ അച്ഛൻ തോടില് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞാല് മീൻ പിടിക്കലാണ്. പണിക്ക് പോയി കഴിഞ്ഞാൽ അതപ്പം അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചാണ് ഇന്നിപ്പോ വന്നിട്ട്. എന്നാണെന്ന് ശരിക്കും തുറന്നു നോക്കണം. അച്ഛൻ മുഷു എല്ലാം പറയുന്നുണ്ടായിനി. അമ്മമ്മക്ക് കൊടുത്തിട്ടുണ്ടായിനി. അമ്മേനെ അച്ഛൻ കൂടാൻ പോകുമ്പോ ഭയങ്കര ഇഷ്ടമാണ് തോട്ടിലത്തിന് ആരെയും കൊടുത്തുകൊണ്ടേക്ക്. അപ്പൊ ലോകൂടെ വലിയ ആളൊക്കെ ഇതാ കെട്ടൽ അയക്കുന്നുണ്ട്. മിക്കവാറും ഓടാൻ ചാൻസ് ഉണ്ട്. തായില് വെച്ചൊന്നാല് തുള്ളിക്കൂടാ. എടാ പടപ്പിച്ചിട്ടുണ്ടല്ലോടാ നല്ല എന്നാ അവ രണ്ടും വലിയ മുതുക്ക മുശുവല്ല വലിയ ഡുണ്ടുനെ പോലെ ഉണ്ടല്ലോ. ലോകൂടെ നോക്കാം സ്കൂളുമ്പോ കയറിക്കുന്നത്. അതെത്തുവാ മണ്ടറാ അത് പടക്കുന്നുണ്ട്. പിടിച്ചിട്ടിടാൻ കഴിയാ അതി പിന്നെ കുത്തിയാലോ വേനെടുക്കും. തലയെ പിടിക്കാണ്ട് കേറ് കേറ് കേറ്. അപ്പൊ ഇതിനെ മുറിച്ചെടുക്കുന്ന ഒരു ടാസ്കാണ്. അതിൽ കൂടെ മുറിക്കൂലേ? എന്നാ പിന്നെ ഇപ്പൊ പോലെ നീ മുറിച്ചു കഴിഞ്ഞാല്. അപ്പൊ അമ്മ നമുക്ക് എന്നാ പിന്നെ ഇതിനെ ശരിപ്പെടുത്തിയിട്ട് വേഗം കറി വെക്കാൻ നോക്കാം. ഒരാളിതാ പേടിച്ചിട്ട് സ്റ്റൂൾമേലും കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് വേലക്കാരി ജാനുമായിട്ട് വരാം. ഈ വേഷത്തിൽ ഞാൻ ആക്കാതെ നിന്ന് കഴിഞ്ഞാല് എന്റെ ഡ്രസ്സെല്ലാം പിന്നെ ഇടാൻ പറ്റൂല. പിന്നെ തോല് വയ്ക്കും കാര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ട് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് കേട്ടാണ്. ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കാൻ പോകുമ്പോ ഡ്രസ്സോടെ ഉണ്ട്. അപ്പൊ ഇതാ ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്നിട്ടുണ്ട്. മീൻ മുറിക്കാൻ വേണ്ടിട്ട് 2 മീൻ ഇല്ല. നീ ഇങ്ങനെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണ്ട. അമ്മ തൊടൂലേ അതിന് വേണ്ടിട്ടാണ്. അമ്മമ്മ ചത്ത് എന്ന് പറഞ്ഞാല് അത് ഇനി ചീഞ്ഞു പറഞ്ഞാലും അമ്മമ്മ തൊടൂല. അമ്മക്ക് അത്രയും പേടിയത് അല്ല അമ്മ. ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുത്തോ? നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അമ്മേന്റെ പേടിക്കഥ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് കാരണം? പണ്ട് ആരിലിങ്ങനെ കൈക്ക് മേടിച്ച് പിന്നെ ഭയങ്കര പേടിയാണ്. ആരില് പറഞ്ഞിട്ട് ഒരു മീനുണ്ട്. അപ്പൊ പണ്ട് അമ്മമ്മ ചെറിയ കുഞ്ഞുണ്ടാകുമ്പോ അവൻ കണ്ടത്തില് കളിക്കാൻ അല്ല തോട്ടില് തോട്ടില് അതിന് കടിച്ചു പിടിക്കും വേദനല്ലോ. നെത്തല്ലത്ര പോകുന്ന ആരിലുണ്ടാവും നമ്മൾ അങ്ങോട്ടല്ല ചെറുപ്പം കുറേ ഇതിന്റെ കുഞ്ഞുങ്ങളെ ആയിരിക്കും. ഈ ആറിന്റെ കുഞ്ഞുങ്ങള് അതിങ്ങനെ കടിച്ചു പിടിക്കും കൈക്ക്. അവര് കുടഞ്ഞിട്ട് തീർക്കിങ്ങനെ പോകുന്നില്ല. അതിന് ഭയങ്കര പണിയാ തോട്ടിലത്തെ മീന്. അല്ലെങ്കിൽ നമ്മൾ പിടിക്കാനുണ്ട് ചെറുതുണ്ടാകുമ്പോൾ. ആ ട്രോമ കാരണം അമ്മമ്മ ഇത് നമ്മളെ വയനാട്ടിൽ അട്ട ഉണ്ടാവില്ലേ? അതിനെല്ലാം ഭയങ്കര പേടിയാണ് നമുക്ക്. എന്താണ് അത് കാക്കോട്ട് പിടിച്ച് നമ്മളെ ചോരനെ വിളിക്കും അല്ലേ? പറഞ്ഞ എനക്ക് പേടിയായി ഒരിക്കല്.
അല്ല ഇതെല്ലാം മുറിച്ചിട്ട് കാണാം. പുറത്തുനിന്നാണ് മുറിക്കേണ്ടത്. രാത്രി ആയതുകൊണ്ട് ഇത് പുളിയെല്ലാം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ നോക്കാം. വെണ്ണീരെല്ലാം ഇട്ടിട്ട് വേണം മുറിക്കാൻ വേണ്ടിട്ട്. നമുക്ക് പുറത്തുനിന്ന് മുറിച്ചെടുക്കാം. അകത്തുനിന്ന് വലുതിനെ മുറിക്കാൻ മാത്രം നമുക്ക് ധൈര്യം അല്ലേ? എല്ലാത്തിനും വലുതിനെ മുറിക്കാനും കഴിയും. കൊറേ മീശ ഉണ്ടല്ലോ. മീശ അതുകൊണ്ടാണ് മുഷൂന്ന് വരുവന്നിന്. കൊറേ മീശ ഉണ്ടായിരുന്നു. അത് മിശാന്നല്ല പേര് കേരളം മരം. മുഷു. ഇതിന്റെ ഇവിടെ ഒരു ഇതുണ്ട്. ഇങ്ങനെ കത്തി കൊണ്ട് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. പോയാ അത് വലിയൊരു കൊമ്പുണ്ടാവും അവിടെ ഓടിക്കണ്ടേ. അത് ഒടിച്ചു ഇങ്ങനെ. എന്താ അമ്മ എക്സ്പെർട്ട് ആയതുകൊണ്ട് സീനിൽ എപ്പോഴും തോടുത്തു മീൻ ഒരിക്കലും അച്ഛൻ കൊണ്ടുവരും. അമ്മയോട് കൊടുക്കാൻ പറയും. അമ്മമ്മ പേടിയല്ലേ വേണ്ടേ? അമ്മമ്മ കറിയാക്കി ചോറ് വെച്ച് കിടന്നിരിക്കും. നേരത്തെ കിട്ടിയില്ല അമ്മക്ക്. അമ്മക്ക് അമ്മേനെ കൂട്ടാൻ പോകുമ്പേ കൊടുത്തില്ല. അതുകൊണ്ട് അമ്മമ്മ പിന്നെ എക്സ്പേർട്ടാണ്. ഇരിക്കുന്നതും കാണാം, മുറിക്കുന്നതും കാണാം, കറി വെക്കുന്നത്. വേഗം ചാട്ടപ്പടയാക്കും. ചെറുങ്ങനെ പടക്കുന്നുണ്ട്. ഇതിന്റെ തോല് വലിക്കണം കേട്ടാ. മറ്റേത് പാമ്പടക്ക് പടക്കുന്ന മീനല്ലേ ഇതിന് വേഗം ചാവൂല. ഈ തോല് വലിക്കുന്നോണ്ട് കുറച്ച് വാർന്നു. ആ ടാങ്കിലും അമ്മ ആ ടാങ്കിൽ ഇതേപോലത്തെ വലുത് മീനാവേണ്ട ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. തിന്നാൻ കൊടുക്കണ്ട. തിന്നാൻ കൊടുക്കണം. അതെ നമുക്ക് തിന്നാൻ കൊടുക്കാം. ചാറിന് പോന്നല്ലേ. നല്ല ചോന്ന ഇറച്ചിയല്ലേ. തൂര് വലിക്കാനാന്ന് പണി അല്ലേ. ഇടക്കുന്ന് മുറിഞ്ഞു പോകുന്നു. ആ ഒറ്റ വലിയിൽ തന്നെ അങ്ങോളം കിട്ടീനെങ്കിൽ പ്രശ്നമില്ല. ഇടക്ക് മുറിയുമ്പോ ദേഷ്യം വരും. അപ്പൊ അമ്മ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എന്താ മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ആര് മുറിച്ചെടുത്തിട്ടുണ്ട്? നല്ല ചോന്ന ഇറച്ചിയല്ലേ. കൊറേ വട്ടം ഉപ്പലിട്ട് പെരക്കി കഴുകി തോല് വലിച്ചിന്. എല്ലാം തോല് വലിച്ചതാണ്. അപ്പോൾ 2 മീൻ ചട്ടിയിലായിട്ടുണ്ട്. പടക്കുന്ന മീൻ. അപ്പൊ വന്നാക്കുന്നത് അത് തോടത്തെ മീൻ മുക്കുവൻ കൊണ്ടുവരുമ്പോ തന്നെ ലേറ്റായി. പിന്നെ നമ്മ മുറിച്ച് ആക്കുമ്പോ തന്നെ അതിനേക്കാളും ലേറ്റായി. ഒരു നുള്ളിൽ പുളി കൂട്ടാം. മീൻ കാണുമ്പോ തന്നെ നല്ല എന്തോ വലിയ മീൻ പോലെ ഉണ്ടാമേ. നല്ല ആരാര് പോലത്തെ ഇറച്ചിയല്ലേ. എന്റെ കുറച്ച് പൊരിക്കാം, കുറച്ച് വറ്റിച്ചെടുക്കാം. സാധാരണ പൊരിച്ചതിന് കുറെ ആൾക്ക് ഇഷ്ടമുണ്ട്, വറ്റിച്ചതിന് കുറെ ആൾക്ക് ഇഷ്ടം. കൊറേ ആക്കല്ല, അമ്മക്ക് പൊരിച്ചതാ ഇഷ്ടം. ഞനക്കും എൻ്റെ അച്ഛനും വറ്റിച്ചത്. നമ്മ വറ്റിച്ചതിന്റെ ഫാൻസാണ്. ഞാൻ പൊരിച്ച കറി വെച്ചാൽ തിന്നലുണ്ട്, പക്ഷെ എനിക്ക് പൊരിച്ചതാണ് ഇഷ്ടം. സാധാരണ അച്ഛനെപ്പം കഴിച്ചെല്ലാം കിട്ടല് വരാല് ബ്രാല് എന്നെല്ലാം പറയും. ഇന്ന് മുഷുവിനാ കിട്ടിയത്. ആ നമുക്കതുകൊണ്ട് രണ്ടും മുഷുവായി. മറ്റേത് അധികം കിട്ടുന്നതല്ലേ. അമ്മമ്മ മുറിച്ച കറിയെല്ലാക്കിയിട്ട് കൂർക്കം വലിച്ചിട്ടുണ്ടോ ബാറൂസ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടേ ഉണ്ടാവില്ല. കടൽമീൻ അങ്ങനെയല്ലേ ഇഷ്ടമുണ്ടാവുള്ളൂ. ചിലർക്ക് പുഴമീൻ ഇഷ്ടമുണ്ടാവില്ല. ഇതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, മണം, അതുകൊണ്ടായിരുന്നു ചിലവർക്ക്. ചിലവർക്ക് അതിന്റെ എന്ത് മണം ഉണ്ടായിരുന്നു നല്ല ഇഷ്ടമാണ്. തോട്ടത്തെ മീൻ എന്ന് പറഞ്ഞാല് ചോറൊന്നും അറിയില്ലാന്നെല്ലാം പറയും. പാടത്തൊന്നും അറിയാണ്ട് ഇതിന് കുറേ ഫാൻസ് ഉണ്ട്, കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. ഞാനും എൻ്റെ അച്ഛനും എല്ലാം ഇതിന്റെ ഫാൻസാണ്. അനിയേട്ടനായാലും മക്കളായാലും. അമ്മക്കും അനിയത്തിക്കും അത്ര അങ്ങോട്ട് അല്ലമ്മ. നമുക്ക് മുമ്പ് കുത്തു കിട്ടിയോണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. മുമ്പെല്ലാം അച്ഛൻ തോട്ടിൽ പോകുമ്പോ അമ്മ എന്നാക്കും പോകുമ്പോ പറയും അരച്ചു വെച്ചോ. രാത്രി പിന്നെ അരക്കാനാവില്ല പുറത്തുനിന്ന്. ഇത് അരച്ചിട്ട് വെക്കും, എന്നിട്ട് കിട്ടിയാല് വെക്കും. ഇല്ലെങ്കിൽ പിന്നെ അതിന് ഉപ്പിട്ടിട്ടാണ് വെക്കും നമ്മള്. പിറ്റേ ദിവസം കടലത്തെ മീൻ കിട്ടിയ കറിയൊക്കെ. പിന്നെ പിറ്റേ ദിവസം ഒന്നും ആക്കില്ല. അതെന്നറ അരവ് അത് നമ്മ വിലക്ക് എടുക്കും. എന്തായിട്ട് അച്ഛനും ഒന്നെങ്കിലും കിട്ടാണ്ടിരിക്കില്ല അല്ലേ.
ചെറുതുണ്ടാകുമ്പോ അച്ഛൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോൾ പറയും അമ്മ അച്ഛൻ മീൻ കൊണ്ടുവന്ന് എന്നെ വിളിക്കണേ. അതെല്ലാം മുറിക്കുന്ന കാണാനും ആക്കുന്നതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ തന്നെ മുറിക്കും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അതെല്ലാം കണ്ട് ഫാൻസ്. ചെറുതിൻ്റെ തല എനക്ക് വേണം, വലുതിൻ്റെ തല അച്ഛനെടുത്തോന്ന് പറഞ്ഞിട്ട് ലോകൂട്ടം നേരത്തെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തലയും കുറച്ച് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് വറ്റിക്കാം, ബാക്കിയുള്ള പീസ് നമുക്ക് പൊരിക്കാം. അപ്പോൾ അച്ഛൻ മുറിക്കുന്നതെല്ലാം കണ്ട് കണ്ട് പഠിച്ചേ ഞാനും ഇതിൽ എക്സ്പേർട്ടായി അല്ലമ്മേ മുറിക്കുന്നതിൽ. ഇപ്പം മീൻ കൊണ്ടുവന്ന ആടോ ലിജിയേ എന്നാന്ന് അച്ഛൻ ആദ്യം വിളിക്കല്. തോടുന്ന മീൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചാക്കോടെ ഇവിടെ കൊണ്ടുതരും. എടുത്താ എങ്ങനെയാ വെച്ചാൽ ആക്കിക്കോ, കുറച്ച് പൊരിക്കാം, ബാക്കി നമുക്ക് വരും മതി. 6 പൊരിച്ചാല് അച്ഛന് പറ്റിച്ചതാന്ന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിൽ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരവ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മ പുതിയ ചട്ടിയമ്മ അന്ന് കരിച്ചത്. ഇത് മറ്റേ മരത്തിന്റെ കയ്യിൽ തന്നെ വെക്കണം, എന്താ വെച്ചാൽ ഇത് അടി പിടിക്കും വേഗം. പറങ്കിപ്പൊടി നമ്മൾ എരിയുന്നതാ. രണ്ടും കൂടി മിക്സാണ്, പക്ഷെ അത്ര കളറില്ല അങ്ങനെ. അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പറങ്കിപ്പൊടി നമ്മളെ. ഇതിന് കുരുമുളക് പൊടിയാന്ന് കുറച്ച് കൂടുതൽ വേണ്ടല്ലോ അമ്മ. കുരുമുളക് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പിടുന്നുണ്ട്, നോക്കിയിട്ട് നടാട്ടാ. പുളിവെള്ളം അടിയിൽ പിഴിഞ്ഞിട്ടുണ്ട്. ഇതായിട്ട് ചോറിനെ കാത്തിക്കുന്നുണ്ട് അച്ഛനാണ്. ആയിട്ടാകുമ്പോൾ വിളിച്ചാൽ മതി പറഞ്ഞു. ഞാൻ തോലെല്ലാം വലിച്ച് എല്ലാം ആകുമ്പോഴത്തേനും അച്ഛൻ വന്നിന്. പിന്നെ അച്ഛൻ വേഗം ചടപടാ പീസാക്കി തന്നു. നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പറയാ വെള്ളം ശരിക്കും പൊടി വെക്കണം. അടുപ്പിലൊന്നും കത്തിക്കാൻ സമയമില്ല, ഗ്യാസ് തന്നെ കുക്ക് ചെയ്യുന്നുള്ളൂ. പൊരിക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, നമ്മളെ സ്വന്തം പറങ്കിപ്പൊടി അല്ലേ. നമ്മളിവിടെ പറങ്കിപ്പൊടി പറയും, മല്ലീന കൊത്തമ്പാരി പൊടി എന്ന് പറയും അല്ലേ. നമ്മിപ്പോൾ എല്ലാവരോടും വീഡിയോയിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മുളക് പൊടി പറഞ്ഞ് നമുക്ക് മുളക് പൊടി തന്നെ. ഇപ്പോൾ പറങ്കിപ്പൊടിയൊന്നും കിട്ടുന്നില്ല. പുളി ഇരുന്നിട്ടുള്ള പുളിയും കൂടി പീന്ന്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും പേസ്റ്റൊന്നും വേണ്ട, അന്നേരം മീനിൻ്റെ ആ നല്ല തനതായ ടേസ്റ്റ് പോകുമല്ലോ അമ്മ. നല്ല അലുവ കഷ്ണം പോലെ ഉണ്ട്. അമ്മ നമ്മളെ യൂട്യൂബ് കുടുംബം വളർന്ന് 60,000 ആയിട്ടുണ്ട്. നമ്മൾക്ക് 60,000 കുടുംബാംഗങ്ങളായിട്ടുണ്ട് നമ്മളെ ഫാമിലിയിൽ അല്ലേ. അപ്പം അമ്മക്കത് തോന്നുന്നിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറേ കുടുംബങ്ങളായി കുറേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് ഇവിടെ കണ്ടാലും. അതെ, അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടാ. എവിടെ പോയി കഴിഞ്ഞാലും 1-2 ആളെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് വന്നിട്ട് മിണ്ടും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കേട്ടാ. എന്നെ ഒറ്റക്ക് കണ്ടാൽ അമ്മേനെ ചോദിക്കും, അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം അന്വേഷിക്കും. ആ ഒരു സ്നേഹം കാണുമ്പോൾ നമ്മ ഇടക്കിടക്കെല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബിലായിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. അന്നേരം പറഞ്ഞു അന്ന് യൂട്യൂബിൽ കാണുമ്പോൾ എന്തോ പ്രായം തോന്നിക്കും, നേരിട്ട് കാണുമ്പോൾ നമ്മുടെ പ്രായമില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വീഡിയോൻ്റെ ആയിരിക്കും.
ഇപ്പൊ ചുരിദാറെല്ലാം ഇട്ടിട്ട് ആള് നല്ല ചുള്ളത്തിയായിട്ട് ചുരിദാറിലിടാൻ തുടങ്ങി. ചുരിദാറെടുത്താലും നമ്മളെ അതൊന്നും മാറുന്നില്ല. പക്ഷെ സാരിയാ നല്ല ചേർച്ച നമുക്ക്. സാരി കൊടുത്താൽ നല്ല ചേർക്കാരും പറയുന്നത്. പക്ഷെ ഈ കാലൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ നടന്നിട്ട് പോകുന്നോണ്ട് സാരിയെല്ലാം കൊടുത്തിട്ട് പോകുന്നത് പ്രയാസമാണ്. നമ്മൾ ചുരിദാറിട്ട് പിന്നെ വേഗം പോകുന്നില്ല. ചുരിദാറിനായി എന്ന് പറയാൻ ചുരുക്കം. ഒന്നാമതും ബ്ലൗസ് ഇടണമെങ്കിൽ മുമ്പേ അടിച്ച ബ്ലൗസ് ഒന്നും ഇപ്പം മുറുകിയിലിടാനാണില്ല. അതാണ് സംഭവം. പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ തിന്നിട്ട് തടിച്ചിട്ടല്ല, ഞാൻ ഈ കാലിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ തടി കൊടുക്കുന്നതാണ്. അപ്പൊ പരമാവധി തീറ്റ കുറക്കലാന്ന് നിന്നിട്ട് ഞാൻ. പിന്നെ മുന്നേലാണെങ്കിൽ അമ്മ വാർപ്പിന്റെ പണിക്കാന്ന് പോയിക്കൊണ്ടേ നല്ല കഠിനാധ്വാനമുള്ള പണിയാന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഇപ്പൊ അങ്ങനെ ഇല്ല, ആ പണിക്ക് ഇപ്പൊ പോകുന്നില്ല. ഇപ്പം പിന്നെ വീട്ടിലത്തെ പണിയായതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിലത്തെ അങ്ങനത്തെ പണിയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഫുഡൊന്നും അങ്ങനെ ഇപ്പം അങ്ങനെ കഴിക്കല്ലേ. എന്താ വെച്ചാൽ തടി കൂടുന്നതായിട്ട് ഈ ഗുളികയായിരുന്നു ആണ്. പിന്നെ അങ്ങനത്തെ ഒരു കഠിനാധ്വാനം ചെയ്യുന്നുമില്ല, അതുകൊണ്ടുള്ള തടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ബ്ലൗസൊന്നും ഇടാനാവുന്നില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു കാര്യം എടുക്കാൻ വിചാരിക്കുമ്പോൾ എനിക്കിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസായിട്ട് മേടിക്കേണ്ടി വരും. ബ്ലൗസൊന്നും എനിക്കിപ്പോൾ ലിജിനോ ആദ്യം എല്ലാം എടുത്തിട്ട് കൊണ്ടുവരേണ്ടി വരും ലൂസാക്കണമെങ്കിൽ. പിന്നെ അങ്ങനെ നമ്മളെ പിന്നെ എവിടെപ്പാ ചീമേനി മുണ്ടിയക്കാവില് ഉത്സവം തുടങ്ങിയിട്ട് ആ മെയ് 5 മുതൽ 16 വരെ അമ്മ 15 ദിവസമല്ലേ തെയ്യം ഉണ്ടാവില്ല. 1-ാം തീയതി കഴിയും, മലയാളം 1-ന് കഴിയും. അപ്പൊ നമ്മ ഒരു ദിവസം പോണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലം നമ്മ പോലുണ്ട്. അവിടെ എന്തോ തെയ്യം ഉണ്ട്. അതുകൂടാണ്ട് വലിയൊരു ഷോപ്പിംഗ് ചെയ്യാനില്ല, അത്രയും ഉണ്ടാവില്ല. ചന്തയില് നടന്നാ മതിയാവില്ല, അത്രക്കും ഉണ്ടാവും ചന്ത. എന്താ ഐറ്റംസ് വേണ്ട. മഴയാലായതുകൊണ്ട് അല്ലെങ്കിൽ ചന്തയില് നടന്നാൽ തന്നെ ഓരോരുത്തർ പോകുന്നുണ്ടാവും. ആടുന്നാണ് നമ്മ വീട്ടിലെങ്കിലും സാധനം ഷോപ്പ് ചെയ്യല്. സത്യം പറയാലോ, ചട്ടി എങ്ങനത്തെ മോഡൽ വേണമെങ്കിൽ ചട്ടി, നല്ല അടിപൊളി കത്തി, പിന്നെ പിള്ളേരെ കളിപ്പാട്ടൊന്നും പറയണ്ടായി, എന്തെല്ലാം എല്ലാം ഉണ്ടാവും. അത്രക്കും ഉണ്ടാവും. നമ്മ കഴിഞ്ഞ കൊല്ലം കുറെ ചട്ടിയും ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിട്ടേ പോയാലും. ഇപ്രാവശ്യം അമ്മ ഒന്ന് നോട്ട് വിട്ടേച്ചിട്ടുണ്ട്, ചാക്കെല്ലാം എടുത്തിട്ട് പോകണമെന്ന് നേരത്തെ പറയാൻ തുടങ്ങി. പിന്നെ മഴക്കാലമാകുമ്പോൾ പിന്നെ ഈ നമുക്ക് അകത്തെ അടുപ്പില്ലു. അപ്പം പലഹാരത്തിൻ്റെ പണി ഉണ്ടാകുമ്പോൾ നമുക്ക് അടുപ്പിന് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ പുറത്തൊരു അടുപ്പ് വേണം. അപ്പോൾ ഈ അടുപ്പും വെക്കലുണ്ട് അവിടെ, മണ്ണിൻ്റെ അടുപ്പ്. അതുണ്ടായാലും ഞാനേരി കൊണ്ടുവച്ചാൽ ചോറിലതിൽ വെക്കാലോ, എന്നാൽ അടുപ്പിന് റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് അങ്ങനെ വിചാരിക്കുന്നതാണ്. പലഹാരം വെക്കുന്ന ചോറ് വെക്കുമ്പോൾ പിന്നെ വേഗം അടുപ്പ് ഇപ്പം തന്നെ എല്ലാം പൊന്താൻ തുടങ്ങി. ഇങ്ങനെ അടുപ്പില്ല, ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. പിന്നെ എണ്ണ എപ്പോൾ ആവുന്നതുകൊണ്ട് എത്ര വരച്ച് കഴിഞ്ഞാലും അത് വൃത്തിയാവുന്നുമില്ല. അപ്പൊ നമ്മളെ കറി ഇതാ നല്ല തിളച്ച് സെറ്റായി വരുന്നുണ്ട്. മീൻ പൊരിച്ചതും കൂടി ആയിക്കഴിഞ്ഞാല് ആയി. പിന്നെ ഞാൻ ഉച്ചക്ക് നല്ല കാമ്പ് ഉപ്പേരി ആക്കിയിട്ടുണ്ടായി. പിന്നെ രാവിലത്തെ പയറ് കറിയും കുറച്ചുണ്ട്. പിന്നെ കാമ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല കാമ്പ് വിരക്കാക്കി നമ്മ നല്ല ഇനിയുണ്ട് വിരക്കാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വറവാക്കിനി കാമ്പ് ഉപ്പേരി. ഇതാ നമ്മളെ കറിയെല്ലാം നല്ല തിളച്ച് വരുന്നുണ്ട്. മണ്ണിന്റെ അട്ടിയിലായതുകൊണ്ട് അടിപിടിക്കുമ്പോൾ പേടിയാണ്, ഇളക്കിക്കൊണ്ട്. പിന്നെ പുതിയ ചട്ടിയാണ്, ഇതിൽ ഇതുവരെ ഒന്നും ആക്കിയിട്ടാ. ഇന്ന് ആദ്യമായിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നമ്മ. പിന്നെ കാമ്പ് പിറക്കാക്കിനി ഇന്നലെ, പക്ഷെ അത് ഫ്രഷ് വേവിക്കൊന്നും വേണ്ടല്ല, ഇങ്ങനെ ചട്ടിയിലാക്കി, മണ്ണിൻ്റെ ചട്ടിയിൽ. നമുക്കിന്നെ മീൻകറി വെക്കാൻ വേറെ ചട്ടി, പച്ചക്കറി വെക്കാൻ വേറെ ചട്ടി, അങ്ങനെയൊന്നും ഇല്ല അല്ല. ഇനി വേറെ വാങ്ങണല്ലേ നമുക്ക്. അതുണ്ട്. അല്ല, ഇത് ഞാൻ പുതിയതായതുകൊണ്ട് ഇന്നലെ ആദ്യമായിട്ട് അതിൽ കാമ്പാക്കി. നമ്മ മീൻ വെക്കാൻ തന്നെയാണ് മേടിച്ചിട്ടുണ്ട് മണ്ണ്. ഇനി ചെറിയ ഓലെല്ലാം അങ്ങനത്തെല്ലാം രസമെല്ലാം വെക്കാൻ ചെറിയ ഇങ്ങനത്തെ കുറച്ച് വായു വിസ്താരില്ലേ ചട്ടിയില്ലേ കുണ്ടില്ലേ, അങ്ങനത്തെ ഒന്ന് പണിക്കണം. അപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ മീനെല്ലാം കിട്ടിയാലും നമ്മിങ്ങനെ അമ്മേനെയും കുറേ നാളായി വീഡിയോയില് കാണിക്കാൻ പറ്റാത്ത. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മേനെ പണിക്ക് പറഞ്ഞേക്കാണ്ട് വീട്ടിലിരുത്തുകയെന്നില്ല.
പണിയുണ്ട് ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ടുള്ള പണിയല്ലേ. നല്ല മണം ഞാൻ പറഞ്ഞു. നല്ല മണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. അമ്മേൻ്റെ 12ാം വയസ്സിൽ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങിയാണ്. കാപ്പി വരയ്ക്കലും ഇതെല്ലാം ആയിട്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എന്താ വെച്ചാൽ പണിക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ നിത്യജീവിതത്തിന് അത് വേണം, ആവശ്യം. എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഒരു മിനിറ്റ് എവിടെയായാലും അടങ്ങി പുരോഗതി ആയാലും പോയവരുടെയായാലും അങ്ങനെ തന്നെ. മെയിനായിട്ട് പറകീറല് അതന്നെ. മെയിനായിട്ട് നമുക്ക് കാലിന് മുട്ട് ചിരട്ട മാറ്റി വെക്കണം എന്ന് പറയുന്നിടത്താണ് ഇപ്പം ഇത്രയും ഇതാവുന്നു ഏറ്റവും പണിക്ക് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരേ നിന്നിട്ടില്ല പണിയാകുമ്പോൾ കാലിൻ്റെ മുട്ടെല്ലാം വേനെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ഒന്ന് കാല് കാണിക്കാൻ പോകണം. ഒരു ഇഞ്ചക്ഷൻ കൂടെ എടുത്താൽ കുറേ നാളങ്ങനെ പോകും. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ട് കാല് കാണിക്കാൻ പോകണം. കാല് ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിയും പോലെ ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ പണിക്ക് പോകണ്ട, നമുക്ക് ഡെയിലി ഇപ്പോൾ ഒന്നട വിട്ടിച്ചിടുന്നല്ലോ, നമുക്ക് ഡെയിലി വീഡിയോ ഇടാം, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഇതുണ്ടാവും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ വിചാരിച്ചിട്ട് പോന്നെയാണ് പണ്ട് മൂച്ച ഞങ്ങൾക്ക് കിട്ടിയ മൂട്ടിക കായ കിട്ടുന്ന കിട്ടിയും കുടിക്കാൻ മൂട്ടിക കായ കുഞ്ഞിക്കുടു ലോകൂട്ടനാന്ന് ഏറ്റവും ബോറടി. അത് രാവിലെ ക്ലാസ്സിന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഓനോൻ്റെ ഫ്രണ്ട്സിൻ്റെ പുറം കളിക്കാനെല്ലാം പോവേ. ഇവനിടുന്ന് ബോറടിക്കുന്നു എന്നെ ആടൊക്കെ ഉണ്ടാക്കുക, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും ഉണ്ടാക്കുക. ഞാൻ ചോദിച്ചോണ്ട് അമ്മമ്മ ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു, നിങ്ങൾ പണിയെടുക്കുമ്പോൾ എനക്കും അമ്മമ്മേരെ പുറം പോയി എന്നെ പണിയെടുക്കാൻ കൂടായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കലാന്ന്. മഞ്ഞള് നടാൻ സമയമായല്ലോ അമ്മ. അതെല്ലാം മുളക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്തില്ല, നട്ട നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സമ്മതമില്ല. അതിന്റെ സമയത്താണ് മുളച്ചോളും. മുള വരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞാൽ നമുക്ക് വേഗം മഴ കിട്ടിയതുകൊണ്ട് നമ്മൾ വേഗം നട്ടു. നമ്മ എല്ലാ കൊല്ലവും മഞ്ഞള് നടുന്നയായാലും വിളവെടുക്കുന്ന അത് പുഴുങ്ങുന്ന ഉണക്കുന്നതെല്ലാം കാണിക്കലുണ്ട്. ഇപ്രാവശ്യം ഉണക്കുന്ന കാണിച്ചിട്ടാന്ന് തോന്നല്ലേ? കളക്കുന്ന കാണിച്ചു, പുഴുങ്ങി ഉണക്കുന്ന കാണിച്ചിട്ടാന്ന് തോന്നുന്നു. കാണിച്ചിട്ടേ അതെ. അപ്പൊ ഇപ്രാവശ്യം നടേണ്ട സമയമായിട്ടുണ്ട്, നമുക്ക് നടണം. ചെറിയ പീസ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാ. അതിന് ഇനി എണ്ണയെല്ലാം ഒഴിച്ച് സെറ്റ് ആവണം മോനെ. എണ്ണയെല്ലാം ഒഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ഇതാ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി കിട്ടാ. നല്ല കുരുമുളകിന്റെ കളറുണ്ട്. ലേബുസേ ചൂടോടെ ഒഴിച്ചാൽ നമ്മളെ ഊത് ആണ് കറിയിൽ ഊതിക്കൂടാ. നമ്മുടെ കൈ വിളിക്കാല്ലേ. ഉപ്പുണ്ട്, ഒന്നും കുറവില്ല. അതിന് വെളിച്ചെണ്ണയും കൂടി നനച്ചാൽ മതി. അതിൻ്റെ ടേസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ലാസ്റ്റ് ഇതാ പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. പൊരിക്കണ്ട അമ്മ, എന്ന് പൊരിക്കണ്ടേ? നാളെ പൊരിച്ചാൽ മതിയാ. അപ്പൊ ഏതായാലും പയറുകറി ഉണ്ട്, വറവുണ്ട്, നാളെ പൊരിക്കാല്ലേ. അപ്പൊ നമ്മളെ തോട്ടത്തെ മീൻ മൂശു നല്ല കുരുമുളകെടുത്ത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പൊരിക്കാനില്ലത് ഏതായാലും നാളെ പൊരിക്കാന്ന് പറഞ്ഞു. ഓൾറെഡി കറിയുണ്ട്, വറവുണ്ട്, പിന്നെ മീനും പറ്റിച്ചതും കൂടി ആയില്ലേ. അപ്പൊ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ മീൻ പിടിച്ച് കൊണ്ടുവന്നേരം അത് നമ്മിങ്ങനെ രാത്രി ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അമ്മയും കൂടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ കുഞ്ഞക്കെല്ലാം ചോറ് കൊടുത്തേ. എന്താ നമ്മളെ തോടുത്ത മീൻ ഞാൻ കുറച്ച് കാവുപ്പേരി എടുത്തിട്ടില്ല, പയററി ഉണ്ട്, അതെടുത്തിട്ടാ. ടേസ്റ്റാണ് കേട്ടോ. നല്ല കുരുമുളകെല്ലാം പിടിച്ച് ചോറിൽ ഇങ്ങനെ കുഴച്ച് കുറച്ച് കാവുപ്പേരിയും വെച്ച് സൂപ്പർ.
ടേസ്റ്റ്. ഇവിടെ ടേസ്റ്റ് അല്ലേ ആ ചേട്ടാ സൂപ്പർ. ഒരു മീൻ എടുക്കുക, നല്ല തൈരും ഞാൻ കാണുന്നില്ല. കണ്ട തൈരും ചെറിയ പൈപ്പറും കൂടെ ഇത് മതി. അതിക്ക് പിന്നെ തൈര് വിട്ട് കളിയില്ല. പരിപ്പ് വേണമെന്നില്ല, മീൻ തൈര് മാത്രം മതി. പരിപ്പല്ല അത് പയറാണ്. ആ പയറ് ടേസ്റ്റ് ചാറും എടുക്കുക, എനിക്ക് തൈരില്ല. അമ്മ മീൻ മാത്രമേ ഇട്ടില്ല, ചോറിൽ ഞാൻ കുഴച്ചത് ടേസ്റ്റ് അറിയാം. തന്നെ ഇതിനെക്കാളും ടേസ്റ്റ് ഉണ്ടാവും, ചൂടോടെ തന്നെ ടേസ്റ്റ് ഉണ്ട്. അമ്മ കറി എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ടാ അച്ഛൻ്റെ കൂടെ കഴിക്കാൻ പഠിച്ച് രാത്രിക്കാണ് ചിലപ്പോൾ ഒന്നിച്ചാൽ കഴിക്കല്.